Meet the editors. ചോദ്യം ഇതാണ്, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ ഇപ്പോൾ കാണുന്ന ഈ CBI അന്വേഷണം വേണമെന്നുള്ള വിജിലൻസിൻ്റെ റിപ്പോർട്ടും ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം കേസില്ല എന്ന വിജിലൻസിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടും? സ്മൃതി, യെസ്. സ്മൃതി, തെരഞ്ഞെടുപ്പ് കാലത്ത് CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത നമ്മുടെ കേരള രാഷ്ട്രീയത്തിനുണ്ട്. അത് ചരിത്രം നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലാവ്ലിൻ കേസിൽ വിജിലൻസ് ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. അപ്രകാരം ക്രമരഹിതമായ ഒരു ഇടപാടും നടന്നിട്ടില്ല എന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും പത്രങ്ങളുടെ സമ്മർദ്ദത്താൽ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ആ കേസ് അവിടെ നിൽക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി സർക്കാർ CBIക്ക് ഇതേപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പരാതിക്കാരിയുടെ പരാതി കിട്ടി, അത് CBIക്ക് കൈമാറുന്നു. ഒടുവിൽ ആ CBI തന്നെ ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 2 മാസം അവശേഷിക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശയാണ്, സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ആ വാർത്ത പുറത്തു വരുന്നു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ? ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതിനപ്പുറം ഇതിപ്പോൾ സർക്കാരിന് ഗുണം ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും പിണറായി 3O വേണ്ടിയിട്ടുള്ളതാണ് പദ്ധതിയെങ്കിൽ ആരുടെ തലയിലാണ് തുടർച്ചയായി ഇങ്ങനെ അബദ്ധ പദ്ധതികൾ വരുന്നതെന്ന് പരിശോധിക്കേണ്ടി വരും. ആ തല പരിശോധിക്കേണ്ടി വരും. മുമ്പ് എപ്പോഴും പിണറായി വിജയൻ പറഞ്ഞതായിട്ടുള്ളൊരു വാചകമാണല്ലോ, തല പരിശോധിക്കണമെന്ന്. അപ്പോൾ ആ തല ഒന്ന് പരിശോധിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ഇത് തുടർച്ചയായി സർക്കാരിനെ തിരിച്ചടിയാകുന്ന അല്ലെങ്കിൽ പരിഹാസ്യമാകുന്ന നിലപാടാണ്. ഇതിപ്പോൾ ഇത് ടൈമിംഗ് ആണ്. ഈ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനം. ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദ്വിദിന ക്യാമ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്ന പദ്ധതികൾക്കായി അവരുടെ യോഗം ചേരുന്ന ദിവസം രാവിലെ തന്നെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നത്, അതും 11 മാസം മുൻപ് സമർപ്പിച്ചിരിക്കുന്ന ഒരു ശുപാർശ. ആ ശുപാർശ 11 മാസങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പിന് 2 മാസം ബാക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അത് പുറത്തുവിടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോഴല്ല, അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പുറത്തു വരും എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത്. കാരണം ഇതൊക്കെ തന്നെയും വിജിലൻസിൽ നിന്ന് തന്നെ, പോലീസിൽ നിന്ന് തന്നെ ഇതൊക്കെ ഇവർക്ക് പ്രതിപക്ഷത്തിനൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു കേസിൻ്റെ നാൾവഴികൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതെപ്പോഴാണ് ഇത് വരുന്നത്? ഇത് മുമ്പ് 2018 സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. അന്ന് പ്രമേയാവതരണം നടത്തിയത് VD സതീശനാണ്. അന്ന് പ്രമേയാവതരണം നടത്തുന്നതിനിടെയാണ് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ജെയിംസ് മാത്യു MLA എത്തുന്നത്. ജെയിംസ് മാത്യു MLA ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ഇതിന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ കഴിയുന്നതാണ്. പക്ഷേ പിന്നീട് എന്ത് വരുന്നു? പിന്നീട് വിജിലൻസിലേക്ക് കേസ് പോവുകയാണ്. അപ്പോൾ വിജിലൻസിലേക്ക് കേസ് പോകുമ്പോൾ വിജിലൻസ് ആദ്യം പരിശോധിച്ച് പറയുന്നു ഇതിൽ തെളിവുകളില്ല എന്ന് പറയുന്നുണ്ട്. അത് 2021-22 ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു പരാതി വരുന്നു. വിജിലൻസ് യൂണിറ്റ് 2 ആണെന്ന് അന്വേഷണം നടത്തിയത്. ആ ഉദ്യോഗസ്ഥൻ ഒരു 3 മണിക്കൂർ, ഒരു വൈകിട്ട് 7:30 മുതൽ ഒരു 10:30 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ മൊഴിയെടുക്കുന്നുണ്ട്. ആ മൊഴിയെടുക്കലിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം നിർവാഹമില്ല എന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്, അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്. കാരണം അവർക്ക് നിർവാഹമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ പോകുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൽ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് നൽകുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയാണ്. സ്ഥലം മാറ്റിയ ശേഷം വയനാട്ടിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ആ ഉദ്യോഗസ്ഥന് പിന്നീട് പ്രൊമോഷൻ അടക്കം നൽകുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതിനുശേഷമാണ് ഈ യോഗേഷ് ഗുപ്ത ADGP വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം യോഗേഷ് ഗുപ്ത വാക്കാൽ തന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം, ഈ കേസ് ക്ലോസ് ചെയ്യണം, ഇത് നിൽക്കില്ല എന്ന് വാക്കാൽ പറയുന്നു എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും P ശശി അതിന് മറുപടിയായി പറയുന്നത് അത് പെൻഡിങ്ങിൽ അവിടെ വെക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ എന്നാണ്. അപ്പോൾ പെൻഡിങ്ങിൽ വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള ഒരു കേസായി ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ അത് ആവശ്യമാണോ നടത്തുക, അത് ആരുടെ ആവശ്യം നടപ്പാക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇവിടെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാന കേസ് ഇവിടെയുണ്ടല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഘട്ടമാണ്. അപ്പോൾ CBI അന്വേഷണം വരണമെങ്കിൽ ഇവിടെ സർക്കാർ തീരുമാനമെടുക്കണം എന്ന രൂപത്തിൽ ഇവിടെ നിയമം മാറ്റി എഴുതിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയേ CBIക്ക് ഇവിടെ അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ. അതിൽ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് CBI വേണ്ട എന്നാണ്. കോടതി പറഞ്ഞാൽ അന്വേഷിക്കാമെന്ന് CBI പറയുമ്പോഴാണ് CBI വേണ്ട എന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളം ഏറെ ചർച്ച ചെയ്ത, ഇവിടെ നടന്നു എന്ന് ഉറപ്പുള്ള ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ CBI വേണ്ട എന്ന് പറയുകയും 11 മാസം മുമ്പ് നൽകിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരായ ശുപാർശ CBIക്ക് വിടുകയും ചെയ്താൽ അത് രാഷ്ട്രീയമായി ആർക്കാണ് ഗുണം ചെയ്യുക? അത് രാഷ്ട്രീയമായി ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിനാണ് ഗുണം ചെയ്യുക.
വി.ഡി. സതീശനാണ് ഗുണം ചെയ്യുക. ഇപ്പോൾ വി.ഡി. സതീശനെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തതുപോലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കുന്ന ഏത് രൂപത്തിലാണ് നമുക്ക് ഓർമ്മയുണ്ട്. CBI അന്വേഷണം പരാതിക്കാരിയാണ് ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ ആവശ്യമല്ല. പരാതിക്കാരി പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ വിടുന്നത് കൃത്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു. ഇനി ഈ പറഞ്ഞ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സമാനമായ രൂപത്തിലാണോ അങ്ങനെ ഒരു താരതമ്യം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം സാധ്യമല്ല. അതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ പോലും ലാവ്ലിൻ കേസിൽ അന്ന് വിജിലൻസ് കോടതിയിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ഉപേന്ദ്ര വർമ്മ 2005 ഒരു റിപ്പോർട്ട് നൽകുന്നു. അതിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അവസാന ക്യാബിനറ്റിൽ, അതും ഉമ്മൻചാണ്ടിയുടെ അവസാന ക്യാബിനറ്റ് യോഗത്തിൽ ഇത് CBIക്ക് കൈമാറുകയാണെന്ന് തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അവിടെ ഒരു വ്യത്യാസമുള്ളത്, അവിടെ ഒരു കേസുണ്ട്. ആ കേസിലൊരു അന്വേഷണ റിപ്പോർട്ടുമുണ്ട്. അതിൽ അന്വേഷണ റിപ്പോർട്ടിൽ അതെ, ഉദ്യോഗസ്ഥർ മാത്രമാണ്. FIR ഉണ്ട്. ഇതിൽ നോക്ക്, ഇതിൽ കേസ് തന്നെ ഇല്ലാന്നേ. ഇതിൽ ഈ വിജിലൻസ് 2 തവണ 3 തവണ പരിശോധിച്ചതിന് ശേഷം എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് ഇത് കേസ് നിൽക്കില്ല. കാരണം ഇത് ഈ പുനർജനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണ് ഇവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പുനർജനി ഈ തരത്തിൽ ഈ ആവശ്യക്കാരെ ഈ സ്പോൺസറുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യമാണ് വിദേശത്ത് പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്. നിങ്ങൾ 500 പൗണ്ട് വീതം തരൂ എന്നൊക്കെ പറയുന്നത്, ആ തുക നിങ്ങൾ നൽകുകയാണെങ്കിൽ ആ തുക ഇത്രയും വീടുകൾ, 5 വീടുകൾ എന്ന് പറയുന്നുണ്ട്. ആ വീടിന്റെ കണക്ക് പറയുന്നുണ്ട്. തയ്യൽ മെഷീനുകളുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആ സ്പോൺസർമാരുടെ പേരുകളും വിവരങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു സ്പോൺസർ മാത്രമല്ല, ഈ പറയുന്ന ഒരു സംഘടന വഴിയാണ്. മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണെങ്കിൽ വിദേശ പണം കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസും ഉണ്ട്. അപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നേരിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ആവശ്യക്കാരെ തിരഞ്ഞെടുക്കുന്നത്? ആവശ്യക്കാർ പുനർജനിയിലേക്ക് അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ പരിശോധിക്കുന്നു. ഇത് യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാരാണോ? ഇവർക്ക് യഥാർത്ഥത്തിൽ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജീവിതോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ പറയുന്ന തയ്യൽ മെഷീൻ കൊടുക്കേണ്ട രൂപത്തിലുള്ള ആളുകളാണോ? അതോ ഈ പറയുന്ന വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവരാണോ? അത് പരിശോധിച്ച് സ്പോൺസറെ അറിയിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്, ഇവർക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവർ തമ്മിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്തതായി പറയുന്ന കണക്ക് 196 വീടുകളാണ്. പ്രളയം മൂലം അന്ന് പ്രളയത്തിൽ ഏറ്റവും അധികം നാശം സംഭവിച്ച ഒരു സ്ഥലമാണ് പറവൂർ. നമുക്കറിയാവുന്നതാണ് 2018 സാഹചര്യം. അപ്പോൾ 196 വീടുകൾ അന്ന് നിർമ്മിക്കുന്നു. പിന്നീട് 4 വീടുകൾ അടങ്ങുന്ന ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നുണ്ട്. അതുകൂടി കണക്കാക്കുമ്പോൾ 210 എന്നൊരു കണക്ക് പറയുന്നുണ്ട്. ഭാഗികമായി തകർന്ന 30 വീടുകൾ നേരത്തെ നിർമ്മിച്ച് നൽകി. ഭാഗികമായി തകർന്ന മറ്റു 30 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഒരു പരാതിയായി നിൽക്കേണ്ടതാണ്. കാരണം ഇത്ര വർഷങ്ങൾക്കിപ്പുറം പൂർത്തിയായിട്ടില്ല എങ്കിൽ പുനർജനി അത് പരിശോധിക്കുന്നുണ്ടോ? അതായത് ഈ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നതിനപ്പുറം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെന്നൊരു പരിശോധന പുനർജനി നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. പക്ഷെ അതല്ലല്ലോ. ഇത് CBIക്ക് വിടേണ്ട കേസ് എന്താണെന്നാണ് പറയുന്നത്? വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ നിരത്തിൽ കേസ് നിൽക്കില്ല. ഒരു പരാതിക്കാരൻ ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരാതിക്കാരൻ്റെ ഇരുന്ന് പരാതി വീണ്ടും എഴുതി വാങ്ങുകയാണോ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഇത് പല കേസുകളിലും, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമുക്കറിയാം, പെരിയ കേസ് അടക്കമുള്ള കേസുകളിൽ എങ്ങനെയാണ് CBI അന്വേഷണം എന്ന കുടുംബം ആവശ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ അടുത്ത് വരുമ്പോഴും CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ അറ്റം വരെ പോവുകയാണ്. 90 ലക്ഷത്തിലധികം ചെലവ് ആ കേസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. വേറെയും രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ചെലവഴിച്ച കണക്ക് 2 കോടിയിലപ്പുറം വരും. അത് അഭിഭാഷകരെ എത്തിക്കാനും ആ കേസിന് മുന്നോട്ടുള്ള കാര്യത്തിനും ഒക്കെ അത്രയും തുക ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ CBI അത്രത്തോളം വെറുക്കുന്നു. CBI എന്ന കേന്ദ്ര ഏജൻസി രാഷ്ട്രീയമായി ദുരുപയോഗം അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതിയോഗികളെ തകർക്കാനുള്ള സംവിധാനമാണ് എന്ന് പറയുന്ന ഇടത് സർക്കാർ ഈ വിഷയത്തിൽ CBI കേസിൽ വിടുമോ? അങ്ങനെ വിടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടത്? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം പ്രതിപക്ഷത്തെ ഐക്യത്തോടെ നിർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത രാവിലെ വന്നതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഐക്യം, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ നേതാക്കളുടെ ഐക്യമാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ഒന്നുകൂടി ചൂട് പകരാൻ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം നൽകാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം സഹായിച്ചു എന്നുള്ളതാണ്. പുനർജനി കേസിൽ ഇപ്പോൾ VD സതീശിനെതിരെ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസിന്റെ ഒരു ശുപാർശ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അത് വാർത്തയായി ഇപ്പോൾ എത്തുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? ഇന്ന് ദ്വിദിന ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് നേതാക്കളും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, ഓലപ്പടക്കമാണെന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ VD സതീശനെ ഇഷ്ടമുള്ള ആരോ ഉണ്ട്. VD സതീശനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ആരോ ഒരാൾ, ആ അജ്ഞാതൻ ദയവായി പുറത്തു വരണം. ഇലക്ഷൻ കഴിഞ്ഞാൽ വരുമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ സഹായിക്കുമോ? 2 പ്രശ്നങ്ങളാണ് VD സതീശൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, VD സതീശൻ്റെ കൂടെ ആളില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു.
രണ്ട്, മുഖ്യമന്ത്രി പോയിട്ട് മന്ത്രിസഭയിൽ പോലും വി ഡി സതീശൻ എത്താതിരിക്കാൻ അങ്ങ് ഡൽഹിയിലെ KC വേണുഗോപാൽ മുതൽ ഇങ്ങ് താഴെ UDF കൺവീനർ അടൂർ പ്രകാശ് വരെ വാളുമായി ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന സമയം, തെരഞ്ഞെടുപ്പിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണം, സ്വന്തക്കാരെയൊക്കെ സ്ഥിരം കോൺഗ്രസ് പരിപാടി, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു വിഷയത്തിൽ വി ഡി സതീശൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്. നേതാക്കളുടെ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വി ഡി സതീശൻ ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ വലിയ നേതാവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ കുന്തമുനയുമായി മാറുകയാണ്. വി ഡി സതീശനെതിരെ സർക്കാർ ഒരു വലിയ വേട്ടയ്ക്ക് തയ്യാറെടുക്കുന്നു. അപ്പോൾ വി ഡി സതീശനെ നമ്മൾ സംരക്ഷിക്കണം. ആരാ നമ്മുടെ നേതാവ്? വി ഡി സതീശൻ. വി ഡി സതീശൻ എന്താണ്? വി ഡി സതീശൻ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ് വി ഡി സതീശൻ, വി ഡി സതീശനാണ് കോൺഗ്രസ്. ഈ രീതിയിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളെ നറേഷൻ മാറ്റിയെടുത്തപ്പോൾ കേരള രാഷ്ട്രീയത്തിലല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ ഇമ്പാക്റ്റാണ് ഒന്നാമത്തെ കാര്യം. രാഷ്ട്രീയത്തിൽ എപ്പോഴും ചില സാധ്യതകൾ അങ്ങനെയാണ് ഉണ്ടാകാറ്. അപ്പോൾ ഒന്നാം റൗണ്ടിൽ സംഭവിച്ചത് ഇതാണ്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ കോൺഗ്രസിനകത്ത് വി ഡി സതീശനുണ്ടായിരുന്ന ദൗർബല്യങ്ങൾ മുഴുവൻ പോവുകയും കോൺഗ്രസ് നേതൃത്വം മുഴുവൻ വി ഡി സതീശനെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയും ഉണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ, തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമോ എന്ന് പോലും സംശയമുള്ള ഒരു കാലത്ത് നിന്ന് വളരെ വലിയ ജനവികാരം പാർട്ടിക്കകത്തുണ്ടായി. അവസാനം VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന് വരുമ്പോൾ ഉണ്ടായ ഒരു വളരെ വലിയൊരു പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നുണ്ടല്ലോ. ഒരു ശത്രു അപ്പുറത്തുള്ളപ്പോഴാണ് ഇപ്പുറത്തെ ദുർബലനായ മനുഷ്യൻ, അയാളുടെ പിന്നിൽ ആളുകളൊക്കെ പെട്ടെന്ന് നിൽക്കുക, അയാൾ ചടകുടഞ്ഞെഴുന്നേൽക്കുക. ഇതൊരു കോമൺ സൈക്കിക്കാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. CPM മനസ്സിലാക്കാതെ പോയ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം അതാണ്. രണ്ട്, CBI എൻക്വയറി ഉണ്ടോ? ഈ വിഷയത്തിൽ CBI എൻക്വയറി ഇല്ല. ഇതുവരെ CBI എൻക്വയറി സംഭവിച്ചിട്ടേ ഇല്ല. വി ഡി സതീശനെതിരെ വിദേശത്ത് പോയി പണം പിരിച്ചു എന്ന പേരിൽ CBI അന്വേഷണം വേണമെന്നൊരു ശുപാർശയാണുള്ളത്. ഈ ശുപാർശ എന്നാണ് ഉണ്ടായത്? 1 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 11 മാസങ്ങൾക്ക് മുമ്പാണ് വി ഡി സതീശനെതിരായ ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. ഒരു സാധ്യത എടുത്തു വെച്ച് നോക്കൂ. വി ഡി സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വി ഡി സതീശൻ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ അഴിമതി കാണിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിൽ അദ്ദേഹം വിദേശ പണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ, അതുകൊണ്ട് CBI അന്വേഷിക്കണം, അതിന് സാധ്യതയുണ്ടെന്നാണല്ലോ പറയുന്നത്. 11 മാസം പിണറായി വിജയൻ സർക്കാർ എവിടെയായിരുന്നു? ഈ 11 മാസം ഈ റിപ്പോർട്ട് തലവണക്കടിയിൽ വെക്കുകയോ ഫയലിനകത്ത് വെക്കുകയോ ചെയ്ത ശേഷം ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതിന് കാര്യം എന്താണ്? അപ്പോൾ സർക്കാരെ, നിങ്ങൾക്ക് ഈ കേസിൻ്റെ സത്യം അറിയണമെന്ന യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷനെ പറഞ്ഞ പല എഴുത്തുകുത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ആയിക്കോട്ടെ, പക്ഷേ CBI എൻക്വയറി എന്ന് ഒരു പ്രാവശ്യം റിപ്പോർട്ടിൽ വന്നാൽ അത് CBI എൻക്വയറിയാണ്. CBI എൻക്വയറി പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI എൻക്വയറി വേണമോ എന്ന് ചോദിച്ച് വീണ്ടും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല നമ്മുടെ മുമ്പിൽ. അപ്പോൾ CBI എൻക്വയറി നടത്താതെ 11 മാസം തടഞ്ഞു വെക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ കടലാസ് പുറത്തു വന്നത് എങ്ങനെയാണ്? അത് സ്വാഭാവികമായും വി ഡി സതീശന് വേണ്ടി ആരെങ്കിലും ചെയ്ത സാധ്യതയുണ്ടോ? നമുക്കിപ്പോൾ മനസ്സിലായി, അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെലക്റ്റീവായി ലീക്ക് ചെയ്യുന്ന ഡോക്യുമെൻ്റാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവാദിത്തോടെ പറയുന്നു, സെലക്റ്റീവായി ലീക്ക് ചെയ്തെന്ന ഡോക്യുമെൻ്റാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊരു വിഷയമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. വി ഡി സതീശനെതിരെ ഒരു ആരോപണം വായുവിൽ നിർത്തുക, CBIക്ക് പോകുമോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുക, ആ ഒരു നാളെയും മറ്റന്നാളും 5 ദിവസവുമൊക്കെ കടലാസുകൾ കൊണ്ടുള്ള യുദ്ധമാണ് കേരളം കാണാൻ പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും വി ഡി സതീശൻ്റെ ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ എക്സോൺട്രേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നതിൽ എക്സോൺട്രേറ്റ് ചെയ്യുന്ന വേറൊരു വിജിലൻസിൻ്റെ കടലാസ് പുറത്തു വന്നു. ഇനി കടലാസുകൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് സ്ട്രാറ്റജിക്കലി CPMൻ്റെ ഒരു വളരെ വലിയ പാളിച്ചയാണ്. കോൺഗ്രസിനകത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വി ഡി സതീശന് ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റി. രണ്ട്, വി ഡി സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ, വിദേശ നാണയ വിനിമയ ചട്ടം അദ്ദേഹം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗൗരവമായ കുറ്റമാണ്. അത് തെളിയിക്കാനുള്ള യാതൊരു ആത്മാർത്ഥതയും പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 11 മാസം ഈ റിപ്പോർട്ട് കൈവച്ച ശേഷം ഇന്നും CBI എൻക്വയറിക്ക് വിട്ടിട്ടല്ല നമുക്ക് ഈ കടലാസുകൾ ലീക്ക് ചെയ്തത്. CBI എൻക്വയറിയെക്കുറിച്ച് പോലും ആലോചിക്കാതെ ഈ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ലീക്ക് ചെയ്ത് തരികയാണ് ചെയ്തത്. എന്തടിസ്ഥാനത്തിൽ? ചർച്ചയാകാൻ വേണ്ടി. ശരി, ഇനി ചർച്ചയിലേക്ക് വരികയാണ്. അപ്പോൾ 2 വിഷയമാണ് നമ്മുടെ മുമ്പിൽ. വി ഡി സതീശൻ വിദേശ നാണയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ? വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? ഈ പണം വി ഡി സതീശൻ എടുത്തിട്ടുണ്ടോ? അതിൻ്റെ മറുപടി തൊട്ട് വൈകുന്നേരമായപ്പോൾ പുറത്തു വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഒന്നും വന്നിട്ടില്ല. വി ഡി സതീശൻ അഴിമതി കാണിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഒരു തീർപ്പായാലോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സർക്കാരിൻ്റെ രാവിലെ ഉണ്ടാക്കി വെച്ച ചീട്ടുകൊട്ടാരം പൊളിഞ്ഞ് താഴെ പോകുന്നതാണ് കണ്ടത്. പക്ഷേ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു പേപ്പറേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും ചില പേപ്പറുകൾ പുറത്തു വരാനുണ്ട്. ആ പേപ്പറിലാണ് ഇനി സർക്കാരിൻ്റെ പ്രതീക്ഷ. സർക്കാരിൻ്റെ വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇന്നത്തേത് പോട്ടെ, നാളെ മുതൽ കാണിച്ചു തരാം, ഇനിയും കടലാസുകൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം കൊണ്ട് എന്താണ് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ബർമിംഗ്ഹാമിൽ പോയ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിങ്ങളെല്ലാവരും കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്.
അത് സത്യമാണ്. ഇതേ ആവശ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോകാൻ ശ്രമിച്ചില്ലേ? അന്ന് കേന്ദ്ര സർക്കാർ തടഞ്ഞതല്ലേ? അന്ന് വളരെ വലിയ വിമർശനം നമ്മളൊക്കെ ഉന്നയിച്ചതല്ലേ? മുഖ്യമന്ത്രിക്ക് നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ മലയാളി സമൂഹം ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ പോയി സഹായം ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്നേ. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അവകാശമില്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിയമമാണ്. ശരി, ആ നിയമത്തെ ഞാൻ ലംഘിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നതെങ്കിലോ കേരളം ആരുടെ കൂടെ നിൽക്കും? 2018 കേരളം വിറങ്ങലിച്ചു നിന്ന സമയത്ത്, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കാര്യമായി ഒരു സഹായം വരാത്ത സമയത്ത്, വിദേശത്തു നിന്നുള്ള ഭരണാധികാരികൾ പോലും ഗൾഫിൽ നിന്ന് നമുക്ക് പണം തരാൻ സഹായം തരാമെന്ന് പറഞ്ഞ സമയത്ത് അത് തടഞ്ഞ കേന്ദ്ര സർക്കാർ. ആ സമയത്ത് വി ഡി സതീശൻ്റെ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയും അവിടെ പോയി പണം പിരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ വി ഡി സതീശനെ കേസെടുക്കാനാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ തോക്കും. BJP ആണ് കേസെടുക്കുന്നതെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പേരിൽ തന്നെ അവർക്കൊരു ഒരു ഒരു കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ പോവും. വി ഡി സതീശൻ ചെയ്ത എത്തിക്കലി ശരിയായ ഒരു കാര്യമുണ്ടല്ലോ, നിയമം അവിടെ നിൽക്കട്ടെ. പണം ചോദിച്ചല്ലേ ഉള്ളൂ, അത് വീട്ടിൽ കൊണ്ടുപോകാനല്ലല്ലോ, തയ്യൽ മെഷീന് വേണ്ടിയിട്ടല്ലേ, അതിരിക്കട്ടെ, അത് വരട്ടെ. അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇനി ആ പണം വന്ന് മര്യാദയ്ക്ക് എത്തിയിട്ടുണ്ടോ? ഈ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വന്നത്? ഈ അക്കൗണ്ടിലേക്ക് സാധാരണ വിദേശ നാണയ വിനിമയ ചട്ടം അനുസരിച്ച് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് കുറച്ച് പണം വന്നാൽ ഈ പണം ഏത് സോഴ്സിലാണ് വന്നത്, എന്തിനാണ് വന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ആ ബാങ്കിനെ അറിയിക്കണം. ഏത് ബാങ്ക് വഴിയാണോ വരുന്നത്? ഈ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പണം വരുമ്പോൾ പണം ഇങ്ങ് കിട്ടും. പക്ഷേ തിരിച്ച് അവിടെ നിങ്ങളുടെ പേരിലൊരു ഒരു ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യണം. നോക്ക് ഓഫ് എന്നാണ് പറയുക. അത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ ബാങ്കിൽ പോയി എന്താണ് കാരണം എൻ്റെ രേഖ കടലാസ് എല്ലാം കാണിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ തിരുത്താൻ. അപ്പോൾ അത് തീരും. അങ്ങനെ ഘട്ടമായി ഓരോ സമയത്ത് ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കമ്പനികളെല്ലാം പണം വരുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കാണിക്കുമ്പോൾ ആ വിഷയം തീരും. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഡിഫോൾട്ട് വരുത്തിയാൽ അടുത്ത തവണ നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ ആ പണം അവിടെ ബ്ലോക്കായി പോകും. ഇതാണ് നടക്കേണ്ടത്. ഇത് ചെയ്തോ? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കണം. CBI അല്ല, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏത് സംവിധാനത്തെ കൊണ്ടും അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ 11 മാസം ഇത് തടഞ്ഞു വെച്ചത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ 2018 കേരള നിയമസഭയിൽ വി ഡി സതീശൻ പ്രളയത്തിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്ന് പറഞ്ഞ ഒരു വലിയ ആക്ഷേപം ഉന്നയിക്കുകയും അതൊരു അടിയന്തര പ്രമേയമായി വരികയും ചെയ്യുമ്പോൾ ജോസഫ് മാത്യു ആണെന്ന് തോന്നുന്നു MLA, അതോടൊപ്പം ജെയിംസ് മാത്യുവും എം സ്വരാജും ഒരു കൗണ്ടർ അലിഗേഷനായിട്ടാണ് ഈ വിഷയം കൊണ്ടുവരുന്നത്. അന്ന് ശർമ്മയും അന്ന് വി ഡി സതീശൻ വെല്ലുവിളിച്ച് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തുടങ്ങിയ പ്രൊസീജിയറാണ്. 2025 അതിനുശേഷം എത്രയോ ഇലക്ഷനുകൾ കടന്നുപോയി, എത്രയോ വർഷം കടന്നുപോയി, എന്തൊക്കെ അന്വേഷണങ്ങളും എന്തൊക്കെ കോലാഹലങ്ങളും ഉണ്ടായി. അപ്പോൾ ഇത് എടുത്തു വെക്കുകയാണ്. 2025 ജനുവരി ആകുമ്പോഴേക്കും 2026 ജനുവരി ആകുമ്പോൾ 3 മാസം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ കയ്യിലും ഒന്നുണ്ട്. ഇനിയും ചിലപ്പോൾ ചില സാധനങ്ങളുണ്ടാവും. ഇതുപോലെ തന്നെയാണ് 2021 മുഖ്യമന്ത്രി, അന്നത്തെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ CBI എൻക്വയറി, അതൊരു ലൈംഗിക പീഡന കേസിലാണ് അന്വേഷണം നടത്തിയത്. ഓർമ്മയുണ്ടോ? അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസ് CBI അന്വേഷിക്കുന്നു. അതിനുശേഷം ആ CBI എൻക്വയറി റിപ്പോർട്ട് വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും എക്സോണറേറ്റ് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടുള്ള സഹതാപ തരംഗം ആഞ്ഞടിക്കുന്നത്. ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വളരെ വലിയ പിന്തുണയുടെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ CBI എൻക്വയറി ആയിരുന്നു. അവിടെ നിന്നാണ് ഉമ്മൻചാണ്ടിയേക്കാൾ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നതും ഉമ്മൻചാണ്ടി വളരെ വലിയ ദിവ്യനായി മരണത്തിന് ശേഷം വളരെ വലിയൊരു ഒരു മോർ ദാൻ ലൈഫ് ക്യാരക്ടറായി മാറുന്നതും. ഇതുപോലെ തന്നെയല്ലേ 2006 ഉമ്മൻചാണ്ടി സർക്കാർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ലാവലിംഗ് കേസും CBI എൻക്വയറിക്ക് വിട്ടത്? അന്ന് വിജിലൻസിൻ്റെ പ്രാഥമിക റിപ്പോർട്ടായിരുന്നു. ആ പ്രാഥമിക റിപ്പോർട്ടിൽ ആരുടെയും പേരുണ്ടായിരുന്നില്ല. പക്ഷേ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് പോകുമ്പോൾ അങ്ങനെയല്ല, അത് ഞങ്ങൾ CBIക്ക് വിടുന്നു എന്ന് പറഞ്ഞു. അവസാനം അതെന്തായി? ആ 2006 അങ്ങനെ ഒരു CBI എൻക്വയറി പോയതുകൊണ്ട്, ലാവലിംഗ് കേസെടുത്ത് കേന്ദ്രത്തെ ഏൽപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും ഭരണമാറ്റത്തിൽ നിന്ന് തടസ്സമുണ്ടായോ? പുതിയ സർക്കാർ വന്നു. അങ്ങനെയാണെന്നേ. അപ്പോൾ ചുരുക്കത്തിൽ ചരിത്രം പോലും നിങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വെച്ചാൽ അങ്ങനെ ഗുണമുണ്ടാകാനേ പോകുന്നില്ല. അപ്പോൾ 3 തരത്തിൽ ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഒന്ന്, വി ഡി സതീശനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള പ്രതിസന്ധികളെല്ലാം തടയാൻ തൽക്കാലം ഇതൊരു വളരെ വലിയ സഹായമായി. 2, ഈ സർക്കാരിന് ഈ വിഷയത്തിൽ സത്യം തെളിയണമെന്ന് യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് 11 മാസം ഈ റിപ്പോർട്ട് പരിണത്ത് വെച്ചുകൊണ്ടും ഇപ്പോഴും CBI എൻക്വയറിക്ക് ശുപാർശ ചെയ്യാതെ മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്യുന്നതിലൂടെ ആത്മാർത്ഥതയില്ല എന്നുള്ളത് തെളിയുന്നു. 3, ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരം പ്രതികാര നടപടികൾ എടുത്തിട്ടുള്ളത് ജനത്തിന് നല്ലപോലെ അറിയാം. അതൊന്നും ഏശിയിട്ടുമില്ല. ഇത് ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് നോക്കൂ. ഇന്നലെ LDF സർക്കാരിൻ്റെ കാലത്തെ ഒരു മന്ത്രി അണ്ടർവെയർ മാറ്റി അതിൻ്റെ സൈസ് ചെറുതാക്കി ഒരു
ലഹരി മരുന്ന് കേസിലെ പ്രതിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് വിധി വന്ന ദിവസമാണ്. അതിനൊരാഴ്ച മുമ്പ് പോറ്റിയെ കയറ്റി എന്നൊരു പാട്ട് പാടി അതിൽ കേസെടുത്ത് അവസാനം അത് നാണക്കേടായപ്പോൾ ആ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിനുശേഷം സ്വർണ്ണപ്പാളി കേസിൽ മൊത്തത്തിൽ നാണം കെട്ടു. സ്വർണ്ണപ്പാളി കേസിൽ എന്തുകൊണ്ടാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ജയിലിൽ 60 ദിവസം കിടന്നിട്ടും എന്തുകൊണ്ടാണ് നടപടിയെടുക്കുന്നതെന്ന് പറയാൻ, എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് പറയാൻ പറ്റാതെ നിൽക്കുന്നു. ഇങ്ങനെ സർവത്ര കുളമായി കിടക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ ശ്രദ്ധ മാറ്റാൻ കഴിയുമായിരിക്കും. ഇന്നത്തെ വാർത്ത ഇതാണ്. പക്ഷേ അതുകൊണ്ട് വിഷയം അവസാനിക്കുമോ എന്ന് മാത്രമല്ല, ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഇത് ഗൗരവമുള്ള വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ CBI ഏൽപ്പിച്ചില്ലാമെന്ന് ചോദ്യം വരും. ഇനി ഗൗരവമുള്ള വിഷയമല്ലെങ്കിൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. രണ്ട് രീതിയിലും LDF സർക്കാരിനും LDF മുന്നണിക്കും ഒരു വല്ലാത്ത പെട്ടിലാണ് അവർ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ ജനറൽ സെക്രട്ടറിയും അങ്ങും ഇങ്ങും തൊടാതെയുള്ള മറുപടി പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇത് തുടർച്ചയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള അബദ്ധങ്ങളിൽ ഏറ്റവും ഒടുവിലത്തതാണ് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പോറ്റിയെ കയറ്റി എന്നൊരു പാട്ട് വന്നപ്പോൾ അതിനെതിരെ കേസുമായി പോയ സർക്കാർ പൊതുജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടില്ലേ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കാൻ പോകില്ലേ? AI ഫോട്ടോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫോട്ടോ അതൊരു കേസിന് ആസ്പദമായ സംഭവമാണ്, സമ്മതിച്ചു. കാരണം അത് AI ഫോട്ടോ തന്നെയാണ് എന്നത് നമ്മൾ തന്നെ തെളിയിച്ചതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യാൻ പോയൊരു നാടകം സൃഷ്ടിച്ച് അത്തരമൊരു ഇമേജ്, ഒരു ഇരവാദം അവിടെ ഉണ്ടാക്കി കൊടുത്ത ആ വിഷയത്തിൻ്റെ വസ്തുതയെ പോലും ദുർബലപ്പെടുത്തിയില്ലേ? മൂന്നാമത്തത് ദാ വരുന്നു അടുത്ത പ്രധാനപ്പെട്ട വിഷയം. ഈ തെരഞ്ഞെടുപ്പിന് ഏകദേശം 100 ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 11 മാസം മുമ്പ് കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് വിടുകയാണ്, സെലക്റ്റീവ് ലീക്കേജ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കാൻ നടത്തിയ നീക്കത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ ജിമ്മി ചോദിച്ച ചോദ്യം. 11 മാസമായി ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? ഇതിനകത്ത് വളരെ ഗുരുതരമായ ഫെമ ലംഘനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫെറ നിയമത്തിൻ്റെ 2010 ആക്ടിൻ്റെ സെക്ഷൻ 3(2)A പ്രകാരം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു പൗരൻ വിദേശ രാജ്യത്ത് പോയി നാട്ടിലേക്ക് പണം സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ അത് ജോലി ചെയ്തുള്ള പണമല്ലാത്ത പക്ഷം അയാൾക്ക് സ്വാഭാവികമായിട്ടും റിസർവ് ബാങ്കിൻ്റെ അനുമതി തേടേണ്ടി വരും. അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അന്ന് MLA ആയിരുന്ന VD സതീശൻ പറവൂർ MLA പ്രതിനിധീകരിച്ചുകൊണ്ട് ബർമിംഗ്ഹാമിൽ പോയി പണം വാങ്ങാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ് പരാതി. അതിന് ഫെറയുടെ ഈ പറയുന്ന ചട്ടത്തിന് ലംഘനമുണ്ട്, റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ല. ഇതാണ് പരാതി. അങ്ങനൊരു പരാതിയിന്മേൽ വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല. വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുന്നതിലാവട്ടെ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം VD സതീശന് മേൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കറുടെ ഓഫീസിന് കൊടുത്ത സ്പഷ്ടീകരണത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന്, VD സതീശൻ്റെ പേരിൽ VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു പൈസയും വന്നിട്ടില്ല. രണ്ട്, VD സതീശൻ പ്രളയാനന്തരം ഈ ബർമിംഗ്ഹാമിൽ നിന്ന് പണം വന്നതിനു ശേഷം, അഥവാ പുനർജനി ഫൗണ്ടേഷൻ്റെ ഭാഗമായ മണപ്പാട്ട് ഫൗണ്ടേഷനിൽ പണം വന്നതിന് ശേഷം ഒരു സ്ഥലവും സ്വന്തം പേരിൽ വാങ്ങിയിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിൽ പണം ദുരുപയോഗം ചെയ്തതായിട്ട് തെളിവ് കണ്ടെത്താനും വിജിലൻസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം VD സതീശനെതിരെ കേസ് നിൽക്കില്ല എന്ന് കണ്ടെത്തിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ വിജിലൻസാണ്. വിജിലൻസ് സ്പീക്കറുടെ ഓഫീസിന് കൊടുത്തിരിക്കുന്ന സ്പഷ്ടീകരണത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം VD സതീശൻ്റെ പേരിൽ ഒരു കേസില്ല. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അങ്ങനെ കേസ് ഇല്ലാത്ത പക്ഷം രണ്ടാമത്തതാണ് FCRAയുടെ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. നോക്കൂ, ഈ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇതിനു മുമ്പ് നമ്മൾ കേൾക്കുന്നത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഈ വിഷയം ED കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ തോമസ് ഐസക് അടക്കമുള്ളവർ സർക്കാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടായിട്ടും ഫെറ നിയമലംഘനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് പ്രതിപക്ഷം എടുത്തൊരു നിലപാടുണ്ട്, എനിക്കതിനോട് വിയോജിപ്പാണ്. അന്ന് ഈ രാജ്യം മുഴുവൻ, ഈ സംസ്ഥാനം മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ, പ്രളയാനന്തരം UAE-യിൽ നിന്ന് നമുക്ക് സാമ്പത്തിക സഹായം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ പറഞ്ഞു അത് വാങ്ങാൻ പറ്റില്ല. UAE-യിൽ നിന്ന് പ്രവാസി മലയാളികൾ കേരളത്തെ സംരക്ഷിച്ചു പിടിക്കാൻ, കേരളത്തെ റീബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ട് പണം കൊടുക്കുന്നതിനെ കേന്ദ്ര സർക്കാർ വിലക്കി. അങ്ങനെ മുഖ്യമന്ത്രിയെ വിലക്കിയ, സർക്കാരിനെ വിലക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ
റീബിൽഡിന് പകരമായിട്ടുള്ള പുനർജനി പദ്ധതിക്ക് പണം സ്വരൂപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. സാങ്കേതികമായി ഇത് കഴിയേണ്ടതാണ്, കേരള സർക്കാരിനും കഴിയേണ്ടതാണ്, പ്രതിപക്ഷ നേതാവിനും കഴിയേണ്ടതാണ്. പക്ഷേ കേരള സർക്കാരിനെ വിലക്കി പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ റിസർവ് ബാങ്ക് അനുമതി കൊടുത്തിട്ടുമില്ല. ഇതാണ് ഇതിലെ വസ്തുത. പക്ഷേ അത് പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും രീതിയിൽ സ്വന്തം താല്പര്യത്തിന് ഉപയോഗിച്ചു എന്നൊരു കണ്ടെത്തൽ വിജിലൻസിനില്ല. ദാറ്റ്സ് എ ഫാക്ട്. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം സാധാരണക്കാരനിലേക്ക് ഈ വാർത്ത എത്തുമ്പോൾ ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ സ്പഷ്ടീകരണം, ഈ വിശദീകരണ കുറിപ്പ് പ്രതിപക്ഷ നേതാവിനെ യഥാർത്ഥത്തിൽ രക്ഷിക്കുകയാണ് ചെയ്യുക. വലിയ പ്രതിരോധമായി തീരും. ഈ ഒറ്റ റിപ്പോർട്ട് മതി. ഇതാ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ ബർമിംഗ്ഹാമിൽ നിന്ന് സ്വന്തമാക്കിയ പണം, അല്ലെങ്കിൽ ഈ പുനർജനിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വിജിലൻസ് തന്നെ കൊടുത്തിരിക്കുന്ന വിവരമാണ്. അപ്പോൾ പിന്നെ ഈ സാങ്കേതികത്വത്തിൽ കുടുങ്ങി ഇപ്പോൾ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തീരുമാനമെടുക്കാം എന്നൊരു ശുപാർശയിൽ പോയി നിൽക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുടുങ്ങി നിൽക്കുന്നത് എങ്ങനെയാ? ഇനി ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ തുടരാക്ഷൻ ഇല്ലെങ്കിൽ BJP ഇത് ആയുധമാക്കില്ലേ? BJP എന്താ പറയാൻ പോകുന്നത്? കേരളത്തിൽ നടക്കുന്നത് ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു ഗൂഢാലോചനയാണ് നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് 11 മാസമായിട്ട് പൂഴ്ത്തിവെച്ചു. അത് പുറത്തു വന്നതിന് ശേഷവും CBIക്ക് വിടുന്നില്ല. കാരണം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഫെറ ചട്ടലംഘനം CBIക്കാണ് അന്വേഷിക്കാൻ കഴിയുക, CBI ആണ് അന്വേഷിക്കേണ്ടത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് CBIക്ക് വിടാതെ 11 മാസം വൈകി എന്നുള്ളൊരു ചോദ്യം BJP ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി തിരിച്ച് CBIക്ക് വിടുന്നു എന്നിരിക്കട്ടെ, ഇതേ പ്രശ്നം അവിടെയുണ്ട്. ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ 2006 ഉമ്മൻചാണ്ടി സർക്കാർ ലാവ്ലിൻ കേസ് വിടുന്നത് അവസാനത്തെ ക്യാബിനറ്റിലെ ഡിസിഷനാണ്. അങ്ങേറ്റം രാഷ്ട്രീയമായി തെറ്റായ കാര്യമാണ്. കാര്യം അന്ന് ഉമ്മൻചാണ്ടി പഴി പറയുന്നത് ആരെയാണെന്നറിയുമോ? മാധ്യമങ്ങളെയാണ്. ഹം സബ് ചോർ ഹേ എന്ന് നിങ്ങൾ എഴുതിയില്ലേ എന്നാണ് ഉമ്മൻചാണ്ടി അവസാനത്തെ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു നിങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആ കേസ് പിണറായി വിജയന്റെ തലയ്ക്കോട്ട് വെച്ച് കൊടുത്തത്. അദ്ദേഹത്തിന്, ഉമ്മൻചാണ്ടിക്കോ ഈ സർക്കാരിനോ പിണറായി വിജയന് ലാവ്ലിൻ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നൊരു വാദമേ ഉണ്ടായിരുന്നില്ല 2006. പക്ഷേ അന്ന് വിജിലൻസിന്റെ കേസ് ഇല്ലാതിരുന്നിട്ടും, അതായത് പിണറായി വിജയന്റെ പേര് പറഞ്ഞൊരു കേസ് ഇല്ലാതിരുന്നിട്ടും അന്ന് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ച താല്പര്യം അന്ന് രാഷ്ട്രീയമായി തെറ്റായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ലൈംഗികാരോപണമുണ്ടല്ലോ, ആ ലൈംഗികാരോപണത്തിന്റെ കാര്യത്തിൽ പരാതിക്കാരി പരാതി കൊടുക്കുമ്പോൾ അത് CBIക്ക് വിടുകയാണ്. നോക്കൂ, CBI കേന്ദ്ര ഏജൻസിയുടെ ആയുധമാണ്, ടൂളാണ് എന്ന് കരുതുന്ന ഇടതുപക്ഷം അതാത് സമയങ്ങളിൽ, ഇടതുപക്ഷമാണെങ്കിലും ശരി ഉമ്മൻചാണ്ടി ആണെങ്കിലും ശരി, CBIയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട കോണ്ടക്സാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൽ ഉപയോഗിച്ചു. രണ്ട്, പിണറായി വിജയൻ സർക്കാർ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിലെ ലൈംഗികാരോപണ കേസിലും CBI ഉപയോഗിച്ചു. ഇപ്പോഴിതാ ഇത് മൂന്നാമത്തെ കോണ്ടെക്സ്റ്റാണ്. ഇവിടെയും CBI ഉപയോഗിക്കാനാണോ തീരുമാനം? അതല്ല, ഞങ്ങൾ ഈ CBIക്ക് വിടുന്നില്ല എന്നത് പറയുകയും ഇത് വിജിലൻസ് റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ട്, ഇത് നാട്ടുകാരൊക്കെ അറിയണം, പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ചില ചട്ടലംഘനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നത് ചർച്ചയാക്കാൻ വേണ്ടി മാത്രം കൊടുത്തു വിട്ടതാണെങ്കിൽ അത് ബൂമറാങ്ങായി ഇപ്പോൾ ഈ നിമിഷം തിരിച്ചടിച്ചിരിക്കുന്നു. ദ്വിദിന ക്യാമ്പിന് വലിയ ആവേശം പകർന്നതായിരുന്നു ഇന്നത്തെ രാവിലെ പുറത്തു വന്ന റിപ്പോർട്ട്. അതിലെല്ലാ നേതാക്കളും നോക്കൂ, KC വേണുഗോപാൽ സംസാരിക്കുന്നു, രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു, KPCC പ്രസിഡന്റ് സംസാരിക്കുന്നു, അങ്ങനെ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു. വി.ഡി. സതീശനുമായി ഇടഞ്ഞു നിന്നു എന്ന് നമ്മൾ കരുതുന്ന എല്ലാ നേതാക്കളും വി.ഡി. സതീശനെ സംരക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വന്നു. യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് കോൺഗ്രസ് ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയായി തീർന്നു എന്നതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ ഔട്ട്കം. അതാണ് ഇന്ന് നമ്മൾ ദ്വിദിന ക്യാമ്പിൽ നിന്ന് കണ്ടത്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. ഇനി എനിക്ക് പ്രതിപക്ഷ നേതാവിനോടുള്ള ചോദ്യങ്ങൾ, പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സത്യസന്ധമായി പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമായിരുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം ഇതിൽ അങ്ങേക്ക് വിജിലൻസിൻ്റെ അങ്ങ് ഏതെങ്കിലും തരത്തിൽ സ്വത്ത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് വിജിലൻസിൻ്റെ കണ്ടെത്തലില്ല. ഒരു തെളിവും ഇതുവരെ വിജിലൻസിനെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിഞ്ഞിട്ടില്ല. കേവലം ഫെറ ചട്ട ലംഘനം എന്ന ഒരു സാങ്കേതികത്വത്തിലാണ് കിടക്കുന്നത്. പക്ഷേ അങ്ങ് തന്നെ 3 കോണ്ടെക്സ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ടു കോട്ട് യു, അങ്ങേ തന്നെ കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. നേരത്തെ ജെയിംസ് മാത്യു ഈ വീഡിയോ ആദ്യം പുറത്തുവിടുന്നുണ്ട്. ജെയിംസ് മാത്യു ആദ്യം പുറത്തുവിട്ട വീഡിയോ ബർമിംഗ്ഹാമിൽ പോയി സംസാരിക്കുന്ന വീഡിയോ ആണ്. ബർമിംഗ്ഹാമിൽ പോയി സംസാരിക്കുന്ന വീഡിയോയുടെ തർജ്ജമ ഇങ്ങനെയാണ്: ആക്ച്വലി യു ആർ ഹെൽപ്പിംഗ് 5 ഫാമിലീസ്. നിങ്ങൾ സഹായിക്കുന്നത് 5 കുടുംബങ്ങളെയാണ്. ഐ ആം ഗോയിങ് ടു ഗീവ് 5 സ്വിമ്മിംഗ് മെഷീൻസ് ടു 5 ഫാമിലീസ്. 5 കുടുംബങ്ങൾക്ക് 5 തയ്യൽ മെഷീനുകൾ കൊടുക്കുന്നു. ദേ ലോസ്റ്റ് ദെയർ സേവിംഗ് മെഷീൻ. അവർക്ക് അവരുടെ തയ്യൽ മെഷീനുകൾ നഷ്ടമായി പ്രളയത്തിൽ. വെൻ ദേ ഗെറ്റ് ദെയർ സെയിം മെഷീൻസ് ദേ കെൻ സ്റ്റാർട്ട് ദെയർ ലൈഫ്. വെൻ യു ആർ റേസിംഗ് 500 pounds യു ആർ ഹെൽപ്പിംഗ് 5 ഫാമിലീസ്. 500 പൗണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ 5 കുടുംബങ്ങളെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ബർമിംഗ്ഹാമിൽ പോയി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ഈ 500 പൗണ്ട് നിങ്ങൾ ബർമിംഗ്ഹാമിൽ നിന്ന് കളക്ട് ചെയ്ത് പുനർജനി പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് സ്വിമ്മിംഗ് മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതാണ് ചട്ടലംഘനമായിട്ട് പറയുന്നത്.
അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇത് കൊടുത്തിരിക്കുന്നത് വിദേശത്തു നിന്നുള്ള ഈ പൈസ ഫെറ ലൈസൻസ് ഉള്ള ഒരു ഏജൻസി ഉപയോഗിച്ചുകൊണ്ട്, അഥവാ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന് അധികാരമുള്ള ഒരു ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ആ പണം കേരളത്തിലെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ഇതേ ലൈസൻസ് ഇന്ത്യയിലുമുള്ള ഒരു ഏജൻസിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ കൈമാറാനേ പറ്റൂ. അങ്ങനെ കൈമാറി അത് പുനർജനി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം ചെയ്തു എന്നതാണ് ഇതിലെ വാസ്തവം. അതിലേതാണ് ആ ഏജൻസി? അതിലാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ആ ഏജൻസി മലയാളികളുമായി ഒരു ബന്ധവുമില്ലാത്ത ഏജൻസിയാണ്. മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്നാണ് ആ ഏജൻസിയുടെ പേര്. ആ ഏജൻസി UK പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് പണം പിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു റീസണബിൾ ആയിട്ടുള്ള ചോദ്യം. ഈ പറയുന്ന ഏജൻസിക്ക് മലയാളികളുമായി എന്ത് ബന്ധം? മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ ചാരിറ്റി സംഘടന എങ്ങനെയാണ് പണം പിരിക്കുക? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പണം പിരിക്കാൻ കഴിയുമോ? അങ്ങനെ പണം പിരിക്കാൻ വേണ്ടി ഈ ചാരിറ്റി സംഘടനയെ ഹയർ ചെയ്തിട്ടുണ്ടോ? വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ? ഇന്നിപ്പോൾ ലണ്ടനിൽ നിന്നുള്ളൊരു മലയാളി എനിക്ക് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിൽ പറയുന്നത് ഈ സംഘടനയെ സാധാരണ രീതിയിൽ ഇത്തരം ചാരിറ്റി സംഘടനകളെ ഹയർ ചെയ്ത് ഇത്തരം പണം ഈ ഫെറ നിയമലംഘനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഏജൻസികളിലേക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് റൂട്ടാണ്. പക്ഷേ അതിന് വിശദീകരിക്കേണ്ടത് വി ഡി സതീശനാണ്. ഏത് ഏജൻസി വഴി കൊടുത്തു? പക്ഷേ വി ഡി സതീശൻ വേണമെങ്കിൽ പറയാം, ഇത് ഞാനല്ല, മണപ്പാട്ട് ഫൗണ്ടേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്, മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്കാണ് പണം വന്നിരിക്കുന്നത്. പക്ഷേ ഈ പണം അവിടെ നിന്ന് സ്വരൂപിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ ബൈറ്റ് ജെയിംസ് മാത്യു അന്നേ കൊടുത്തിരുന്നതാണ്. അത് ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തപ്പിയാൽ കാണാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ, അത് വാസ്തവമാണ്. അല്ലാതെ വി ഡി സതീശൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് നിയമസഭയിൽ വി ഡി സതീശൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ വായിക്കാം. ഈ വീഡിയോയ്ക്ക് അദ്ദേഹം കൗണ്ടറായിട്ട് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ്. വി ഡി സതീശൻ പറയുന്ന ആർഗ്യുമെൻ്റ്: ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റീസൈലൻസ് എന്ന ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ CD ആണിത് എന്നാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിരിക്കുന്നത്, വിസയുടെ ആപ്ലിക്കേഷനിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൗഹൃദ സന്ദർശനത്തിന് വേണ്ടി, ഒപ്പം തന്നെ അദ്ദേഹം സുഹൃത്തുക്കളെ കാണാനും ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാനുമാണ് ലണ്ടനിൽ പോയത് എന്നാണ് വിസ ആപ്ലിക്കേഷനിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതുമ്പോൾ അവിടെ പോയി പണം അഭ്യർത്ഥിക്കാൻ സാങ്കേതികമായി കഴിയില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രശ്നം. പക്ഷേ ഇത് വി ഡി സതീശൻ ഇത് തുറന്നു, ഇത് കേരളത്തിന് വേണ്ടി പറവൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ ചോദിച്ചു, അതിലെന്താ തെറ്റ് എന്ന് പറയുക എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഇതേ കാര്യം തന്നെ തുറന്നു പറയുന്നുണ്ട്. ഈ പൈസ ലഭിച്ച കാര്യം കൂടി പിന്നീട് പറവൂരിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ അത് കോട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയി പ്രസൻറ്റേഷൻ നടത്തി സഹായം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മലയാളി വനിതയാണ് ഹോസ്റ്റ് ചെയ്തത് ആ പരിപാടി. വലിയ ലഞ്ച് മീറ്റിംഗ് ആണ്, സ്പോൺസർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഈ മലയാളി വനിത തിരുവനന്തപുരത്തുകാരിയാണെന്നും അവർ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വന്ന് ചെക്ക് വിതരണം ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വാസ്തവമായിട്ടുണ്ട്. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഈ സാങ്കേതികത്വത്തിന് പിന്നാലെ പോയി വി ഡി സതീശനെ കുരുക്കാൻ നോക്കണോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. എനിക്ക് ആ വിഷയത്തിൽ ഒരു താല്പര്യവുമില്ല. കാരണം മലയാളികളായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വിദേശ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ, അത് ഏജൻസി വഴി കിട്ടുന്നുണ്ടെങ്കിൽ നിയമവിധേയമായി തന്നെ അത് കിട്ടണം. പക്ഷേ അതിന് നിയമത്തിൻ്റെ കുരുക്ക് വെച്ചല്ല നമ്മളതിനെ തടവിടേണ്ടത്. UAE മലയാളികൾക്ക് നൽകേണ്ട സഹായത്തെ തടഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയും ഇപ്പോൾ വി ഡി സതീശൻ്റെ ഈ നടപടിക്കെതിരെ ഒരു നിയമചോദ്യം ഉയർത്തുന്ന വിജിലൻസിൻ്റെ ചോദ്യവും എന്നെ സംബന്ധിച്ച് അപ്രസക്തമാണ്. പക്ഷേ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആ പോയിന്റ്, ഇതിൽ 19.5 കോടി രൂപ പിരിഞ്ഞു കിട്ടി. 19,95,00,000 രൂപയോളം മണപ്പാട്ട് ഏജൻസി വഴി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന പണം യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇവരിൽ എത്ര വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്? 229 വീടുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ CPM വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് പരിശോധിച്ചതിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നത് 83 വീടുകളുടെ കാര്യം മാത്രമേ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളൂ. ബാക്കിയുള്ള 146ഓളം വീടുകളുടെ വിവരങ്ങൾ എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശൻ അതും പുറത്തുവിടാം. 83 വീടുകളുടെ ലിസ്റ്റിൻ്റെ കാര്യം പുറത്തുവിടാമെങ്കിൽ ബാക്കി വീടുകളുടെ ലിസ്റ്റിൻ്റെ കാര്യവും പുറത്തുവിടാം. അത് ആർക്ക് കിട്ടി എന്നുള്ളതിനേക്കാളും അപ്പുറം എവിടെയൊക്കെയാണ് ആ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. നമ്മൾ നടത്തിയൊരു അന്വേഷണത്തിൽ പറമ്പിലെ അന്നിട്ടൊരു കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൻ്റെ കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫ്ലാറ്റ് ഇവിടെ പണിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അത് ഗുണഭോക്താക്കൾക്ക് കിട്ടിയോ? അതല്ല ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ പുനർജനിയുടെ പേരിൽ ഈ പണം അടിച്ചുകൊണ്ട് പോയോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് വി ഡി സതീശൻ ഉത്തരം പറയുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ സാങ്കേതികത്വത്തിന് പിന്നാലെ പോകുന്നതല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നു. എനിക്ക് 3 ചോദ്യങ്ങളെ പ്രതിപക്ഷ നേതാവിനോടുള്ളൂ സർക്കാരിനെ വിമർശിക്കുമ്പോഴും. ഒന്ന്, ഈ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് മലയാളികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ സംഘടനയെ ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങാൻ വേണ്ടി അങ്ങയുടെ ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്ക് എന്താണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 229 വീടുകളിൽ 83 വീടുകളാണ് അങ്ങ് തന്നെ
തന്നെ ഫേസ്ബുക്കിൽ പറയുന്നത് പ്രകാരം നിർമ്മിച്ച് നൽകിയിട്ടുള്ളതായി പറയുന്നത്. ബാക്കി വീടുകളുടെ വിശദാംശങ്ങൾ അങ്ങ് പുറത്തുവിടുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, യഥാർത്ഥത്തിൽ ഇത്തരം സമയങ്ങളിലെല്ലാം മസാല ബോണ്ടിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടും പ്രളയത്തിന്റെ കാര്യത്തിൽ UAE-യിൽ നിന്ന് പണം സ്വീകരിക്കേണ്ട എന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടും, ഈ രണ്ട് നിലപാടുകളും യഥാർത്ഥത്തിൽ ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത്തരം സന്ദർഭങ്ങളിൽ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി നമ്മൾ കാണിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എനിക്ക് ഒരു ചോദ്യം. മാത്രമല്ല, ഈ CBI ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ വേട്ടയാടൽ അവസാനിപ്പിക്കണം എന്നതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. VD സതീശനെതിരെയുള്ള CBI അന്വേഷണം വേണമെന്നുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്രോ. സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം VD സതീശനെ പോലെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു അന്വേഷണത്തിൻ്റെ ലിസ്റ്റ് ലീക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടി പ്രവർത്തകരെങ്കിലും അത് ഏറ്റെടുക്കുമെന്നുള്ളൊരു ബോധ്യം അവർ കാണിക്കണ്ടേ. സർക്കാർക്ക് അവിടെ വന്നിട്ട് ന്യായീകരിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഇത് സെലക്റ്റീവ് ലീക്കേജ് നടത്തുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അത് ഏറ്റുപിടിക്കുകയും അത് വലിയ ചർച്ചയാക്കുകയും വേണം എന്നുള്ളതാണ് ശരിക്കും നോർമലി നടക്കാറ്. പക്ഷേ ഇന്നെന്താ സംഭവിച്ചത്? കാര്യമായിട്ട് പാർട്ടി പ്രവർത്തകരാരും അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരാരും ഇത് ഏറ്റുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, സർക്കാർ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിൽ CBI ശുപാർശ ചെയ്യുന്നത് 11 മാസം മുന്നേ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തിനാ ഇത്രയും നാൾ വെച്ചത് എന്നുള്ള സാമാന്യ ചോദ്യം പുറത്തേക്ക് വരും എന്നുള്ള അറിഞ്ഞുകൂടെ? അത് മാത്രമല്ല, അതിനുശേഷം രണ്ടാമത് വന്ന ഈ വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതിനകത്ത് എന്താണ്, അതിനകത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. VD സതീശനെതിരെ അന്വേഷണം നടത്തിയിട്ട് VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടിയിട്ടില്ല. ഇതെല്ലാം സർക്കാരിന് അറിയാമല്ലോ. ഈ ലീക്കേജ് നടത്തുന്നവർക്കെല്ലാം ഇത് തന്നെ അറിയാം എന്നുള്ളതാണല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫെമ വയലേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതായിരിക്കാം ഇനി സർക്കാരിനെ കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാര്യം. ഫെമ വയലേഷൻ കേരള സർക്കാരിന് അന്വേഷിക്കാൻ കഴിയത്തില്ല. സാർ ED അന്വേഷിക്കണം, അല്ലെങ്കിൽ CBI അന്വേഷിക്കണം. ED അന്വേഷണം എനിക്ക് തോന്നുന്നു ഓൾറെഡി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ED അന്വേഷണം മേൽ നടക്കുന്നുണ്ട്. ഇന്നൊന്നിലേ തുടങ്ങിയ സംഭവമല്ലല്ലോ. ഈ ഫെമ വയലേഷൻ്റെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും ED ആണ് അന്വേഷിക്കേണ്ടത്. ഇനി CBI അന്വേഷിച്ചാൽ എന്താ സംഭവിക്കുക? CBI അന്വേഷിച്ചാലും VD സതീശനിലേക്ക് എത്താൻ സമയം എടുക്കുന്നേ. കാരണം എന്തുകൊണ്ടാണ്? VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് വിജിലൻസ് അന്വേഷണത്തിൽ പ്രശ്നം ഇല്ല എന്ന് പറയുകയും ഫെമ വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആദ്യം പോവുക മണപ്പാട്ടി ഫിനാൻസിലേക്കാണ്. മണപ്പാട്ടി ഫിനാൻസിലേക്ക് വരുന്ന മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്കാണ് ആദ്യം വരിക. അപ്പം ഈ ബർമിംഗ്ഹാമിൽ പോയിട്ട് പണം പിരിച്ചതും അവിടെ സംവിധാനം നടത്തിയതും അവിടുന്ന് കളക്ട് ചെയ്തതും അവിടുത്തെ ഏജൻസിയാണ്. അവിടുത്തെ ഏജൻസിക്ക് അവിടെ പണം പിരിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഇന്ത്യയിൽ നിയമമില്ലല്ലോ. അവിടെ ഏജൻസി അവിടെയാണ് തീരുമാനിക്കുക അവർക്ക് ആരെ വെക്കണം ആരെ വെക്കണ്ട എന്നുള്ളത്. ഇന്ത്യയിൽ സംബന്ധിച്ച ഫെമ വയലേഷൻ ആക്ട് പ്രകാരം FCRA അക്കൗണ്ടിലേക്ക് പണം കൃത്യമായി വരുന്നുണ്ടോ, ആ പണം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കാൻ കഴിയുള്ളൂ. അത് CBIനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രക്സ് എന്ന് പറയുന്നത്. രണ്ടായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ്. ഒന്ന് എന്താണ് ഫെമ വയലേഷൻ, ഒന്ന് പറയുന്നത് വിജിലൻസ് കേസ്. വിജിലൻസ് കേസിൽ VD സതീശൻ ക്ലീൻ ചിറ്റാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും ഒരു ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് VD സതീശന് ക്ലീൻ ചീറ്റ് വിജിലൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അടുത്തതാണ് ഫെമ വയലേഷൻ. ഫെമ വയലേഷൻ അത് സെപ്പറേറ്റ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ട സംവിധാനമാണ്. അത് വിജിലൻസ് നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല. ഇത് അന്വേഷിക്കേണ്ടത് CBIയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ആ റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വിട്ടാൽ മതി. ഇത്രയും നാൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പരാതി ഇപ്പോൾ സർക്കാർ കേൾക്കേണ്ടി വരിക എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് സർക്കാർ ഇത് ഒരു ശുപാർശയായിട്ട് മുന്നോട്ട് കൊടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം എന്താണ്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം നടത്താൻ കഴിയും. EDക്ക് അന്വേഷണം നടത്താൻ കഴിയും. ഇൻകം ടാക്സ് അത് ഒരു സെലക്റ്റീവ് ലീക്കേജ് ആയാൽ ഉദ്ദേശിക്കുന്ന തന്നെ അതായിരിക്കാം. കാരണം എന്താണ്, മുഖ്യമന്ത്രി 2006 ലാവ്ലിൻ കേസിൽ CBIക്ക് അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭ കൂടി CBIക്ക് വിടുന്ന പോലെ ആവശ്യമില്ല ഇത്. അതിനുശേഷം അതുപോലെ തന്നെയാണ് സോളാർ കേസ് CBIക്ക് ഈ പറയുന്ന അതിജീവിതയുടെ പരാതി മേടിച്ചിട്ട് അത് നമ്മുടെ CBIക്ക് വിടുന്നത് പോലെ അല്ല ഇത്. ഇതെന്ന് പറയുന്ന സാധനം ഇതെന്താണ്, ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങളുടെ വിവരത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ട് ഇത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കേസല്ല എന്ന് പറഞ്ഞാൽ അത് സെലക്റ്റീവ് ലീക്കേജ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ആ ഏജൻസികൾക്ക് ഇനി അന്വേഷിക്കാം. ഇനി വേണമെങ്കിൽ VD സതീശന് EDക്ക് നോട്ടീസ് കൊടുക്കാം, CBIക്ക് നോട്ടീസ് കൊടുക്കാം, ഒക്കെ പറ്റും. കാരണം സെലക്റ്റീവ് ലീക്കേജ് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയില്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, EDക്ക് ഈ റിപ്പോർട്ട് വെച്ച് അന്വേഷിച്ചാൽ മതി. അത് BJPക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചിലപ്പോൾ കേരളം വിചാരിക്കുന്നുണ്ടാവാം. കാരണം ഇതിനകത്ത് കേരളത്തിനൊന്നും ചെയ്യാനില്ല കേട്ടോ. കേരള സർക്കാർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേ സർക്കാർ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു സെലക്റ്റീവ് ലീക്കേജ് നടത്തിയതിൻ്റെ അർത്ഥം എന്താണ്, എക്സ്ട്രീം ലെവലിൽ ഇത് ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ എക്സ്ട്രീം ലെവലിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് തൊട്ട് പുറകെ
ഇങ്ങനെ ഒരു സാധനം ഒരു വി ഡി സതീശൻ ക്ലീൻ ചീറ്റായിട്ട് ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വരും എന്നുള്ള ധാരണയും കൂടെ ഈ പറയുന്ന സർക്കാർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സെലക്റ്റീവ് ലീക്കേജ് നടത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും 3-4 യൂണിറ്റ് ഒരു ഹോട്ടലിന് മുൻപിൽ തമ്പടിച്ച് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു ഹോട്ടലിൽ നിർത്തുന്ന സമയത്ത് ഇത് ലീക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയാണ്? വി ഡി സതീശനെതിരെ ശത്രുതയുള്ള നേതാവിന് പോലും വി ഡി സതീശനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത്. അതുകൊണ്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയാണ്. ക്ലാരിറ്റിയോട് കൂടി എല്ലാവരും പറയുന്നത് എന്താണ്, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അതുപോലെ തന്നെ പടക്കം കാട്ടി പേടിപ്പിക്കേണ്ടതുള്ളൂ. ഞാൻ പറയുന്നത് 3-4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടത്തിയിട്ടുള്ളതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്ത നടപടികളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടല്ല അവർ നടത്തുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പം കേന്ദ്രത്തിൽ പിന്നെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സമരം കേരളം കാണേണ്ടതല്ലായിരുന്നോ? കണ്ടില്ല. അതിന് ഡേറ്റ് നീട്ടി വെച്ചിരിക്കുകയാണ്. എത്ര ദിവസം അപ്പുറത്തേക്കാണ് ഡേറ്റ് നീട്ടി വെക്കുന്നത്? ഇതുപോലെ കേരളത്തിലെ നേതാക്കന്മാരെ മുഴുവൻ നിരത്തി നിർത്താൻ പറ്റുന്ന പരിപാടികൾ പറയുന്നത് CPM നടത്തേണ്ടതല്ലേ, ഇടതുപക്ഷം നടത്തേണ്ടതല്ലേ, ഈ ഇലക്ഷൻ്റെ അവലോകന യോഗങ്ങൾ നടക്കേണ്ടതല്ലേ? അവിടെയൊക്കെയല്ലേ ഈ നേതാക്കന്മാർക്ക് ഇതിന് ചർച്ച ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. അത് വെച്ചിട്ട് വേണ്ട ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പിന്നെ ഈ 2 ദിവസത്തെ പ്രോഗ്രാമിനെ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? പക്ഷേ അങ്ങനെയാണോ ചെയ്യുന്നത്? ആ സ്ഥലത്ത് എന്താണ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇന്ന് നോക്കുമായിരുന്നു, ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും വാർത്ത ഇതിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കാനുണ്ടോ നോക്കുമ്പോൾ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നോക്കുമ്പോൾ പിന്നെ ആരാ അവിടെ? വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സുരേന്ദ്രൻ, പിന്നെ സണ്ണി ജോസഫ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബാക്ക് ടു ബാക്ക് ബൈറ്റുകൾ. അപ്പം നേരത്തെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലൊരു അവസരം വി ഡി സതീശന് കിട്ടാനില്ല. കാരണം ഇലക്ഷന് 100 ദിവസം മുൻപ് ഇത്രയും വലിയൊരു അവസരം കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഈ FCRA അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. ആ അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് അനുസാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 18 കോടി 19 കോടി സംതിങ് രൂപ കേരളത്തിൽ കിട്ടി എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞിട്ട് 500 പൗണ്ട് കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ആ പണം ഇവിടെ കാര്യമായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം വി ഡി സതീശൻ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അതും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ അത് പൂർത്തിയാവുള്ളൂ. മറ്റേത് ഞാൻ CBIക്ക് വിട്ടോട്ടെ, ഞാൻ അന്വേഷണം നേരിട്ടോളാം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇത് എവിടേക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചതെന്നും കൂടെ പറഞ്ഞാൽ അത് അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ അന്വേഷണം നടത്തണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരല്ല, അത് കേന്ദ്ര സർക്കാരോ അന്വേഷണ ഏജൻസികളോ ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ്. Meet the editors.